ശനിയാണല്ലോ എല്ലാ ദേവതകളുടെയും ദേവത. എല്ലാ നവഗ്രഹങ്ങളുടെയും ദേവത ശനിയാണ്. ശനീശ്വരന്റെ കാര്യത്തിൽ നല്ല നടപ്പിലൂടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അതിന് ഒരു സംശയമില്ല. കുറെ അധികം അനുഭവങ്ങൾ. ചിലപ്പോൾ ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രാഗലായിരിക്കും. അതിന് മുമ്പും പ്രാഗലാണെങ്കിൽ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രാഗല. ഇതൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരേ അച്ഛനമ്മയില് 2 ഇരട്ട മക്കൾ ജനിക്കണമെന്ന്. അപ്പം ഒരേ നാളാണ്, ഒരേ സമയമാണ്, സമയം ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അതിലെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവര് 2 ആത്മാക്കളാണെന്ന്. ജനറലി കുറെ കാര്യങ്ങൾ ഇവരുടെ രൂപസാദൃശ്യം ഒരേ അച്ഛനമ്മമാരുടെ ഇതിൽ ഒരേ സമയത്ത് ഇതായതുകൊണ്ട് രൂപസാദൃശ്യമൊക്കെ 99% ശരിയായിരിക്കും. ആ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൂനുമേ കുരുവായിട്ട് ഇവരെ പീഡിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഓൾറെഡി പ്രശ്നങ്ങളാണ്. എൻ്റെ ഇതിൽ വെച്ചിട്ട് എൻ്റെ ഗുരു പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് തീരുന്നോ അന്ന് നമ്മൾ ഈ ശരീരം വിട്ടിരിക്കും. ശരീരത്തിലെ അവസാന ശ്വാസം പോകുന്നത് വരെ നമ്മൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് പോകാനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ പോകുന്നു നമുക്കറിയില്ല, എന്ന് വരും, അത് കഴിഞ്ഞിട്ട് എന്ന് വരുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമ്മൾ ഭാരതത്തിൽ പലരും സമ്മതിക്കുന്നില്ലെങ്കിലും വിദേശത്ത് പലരും ഇത് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഈ പുനർജന്മവും ഇത് ഒക്കെ അവർ വിശ്വാസത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. നവഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ അവർ വിശ്വാസത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അവർ ഹോമങ്ങളും അതും ഇതുമെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളെക്കാളും ഇൻ്റലക്ച്വലാണ് അവർ. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ലോജിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെക്കാളും നമുക്ക് കുറേ വിശ്വാസം, പാരമ്പര്യ വിശ്വാസമുണ്ട്. നമ്മുടെ ജീനിനകത്ത്, ഹോർമോൺസിനകത്ത് ആ വിശ്വാസം ഉണ്ടെന്ന് പറയും. വിദേശികൾക്ക് അതില്ലല്ലോ. എന്തുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ ഇതിലെന്തോ അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ. ഒന്ന്, ഈ ശനി കറങ്ങുമ്പോൾ അതിൻ്റെ ആ സൗരയൂഥത്തിൻ്റെ അതിൻ്റെ ഇതിലുള്ള നക്ഷത്ര സമൂഹത്തിലുള്ള പർട്ടിക്കുലർ നക്ഷത്രങ്ങൾക്ക് എന്തോ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ആ പർട്ടിക്കുലർ നക്ഷത്രത്തിൻ്റെ സമയത്ത് ജനിച്ച ഒരാൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് BSNL സിം ഉണ്ട്, അല്ലെങ്കിൽ ജിയോ സിം ഉണ്ട്, അല്ലെങ്കിൽ വോഡഫോൺ ഉണ്ട്, ഐഡിയ ഉണ്ട്. അവരുടെ ടവറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷന് പ്രശ്നം വരുമോ? ഇല്ലേ? വരും. ഇല്ല, നമ്മൾ ലൈനൊന്നും ഇല്ല, ഇത് അതുമായിട്ട് കൊളുത്തൊന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾക്ക് കിട്ടണ കോള് കിട്ടുകയില്ല. ഇതേ പ്രതിഭാസം പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ല, അങ്ങനെ വരുമ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പം ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ജനിക്കുന്ന 2 പേര്, അവർക്ക് വരുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അച്ഛനമ്മമാര് വ്യത്യാസമുണ്ട്. അല്ല, ഒരേ അച്ഛനമ്മയില് 2 ഇരട്ട മക്കൾ ജനിക്കണമെന്ന്. അപ്പം ഒരേ നാളാണ്, ഒരേ സമയമാണ്, സമയം ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അതിലെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവര് 2 ആത്മാക്കളാണെന്നുള്ളതാണ്. ഇത് പറയുമ്പോഴത്തേക്കും രാഹുൽജി പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം, ഞാനിങ്ങനെ എൻ്റെ ഗുരു ഒരു സ്ഥലത്ത് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ജാതകം വന്നാൽ നോക്കാൻ പറയും. അപ്പോൾ ചേർത്തലയിലൊരു സ്ഥലത്താണ്. അപ്പോൾ പോകുമ്പോൾ ഒരു പയ്യൻ്റെ ജാതകം, ഒരു 18-19 വയസ്സുള്ള പയ്യൻ്റെ ജാതകം കിട്ടി. അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എൻ്റെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുള്ള പയ്യൻ, ലഗ്നം വ്യത്യാസമുണ്ട്, മനസ്സിലായി. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കാൻ പറഞ്ഞു. അത് നോക്കി അത് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പയ്യന് ലാസ്റ്റ് നിങ്ങളെപ്പോൾ കണ്ടു? അറിയില്ല, പയ്യനെക്കുറിച്ച് ഒന്നും അറിയില്ല. 88, 89, 90 ഈ 3 വർഷത്തിനിടയ്ക്കാണിത്. നല്ല ഫാമിലിയൊക്കെയാണ്. അപ്പോൾ ഈ പയ്യനെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ വിട്ടിരിക്കുകയാണ്, മനസ്സിലായി. ഒരേ ഞങ്ങളുടെ നക്ഷത്രം എല്ലാം ഒന്നാണ്. ജനനം ചെയ്ത ഇത് ദിവസവും ഇതാണ്. ഞാൻ വെളുപ്പിനെ ജനിച്ചു, പുള്ളി രാവിലെ 10 മണിയോട് കൂടി. ഞാൻ വെളുപ്പിനെ 2-നും 3-നും ഇടയ്ക്ക്. ആ സമയത്ത് ഇങ്ങനെന്താണെന്ന് വെച്ചാൽ റാഗിങ്ങിന് ഇതായിട്ട് അവർ ഡ്രഗ് കൊടുത്തിട്ട് ഇയാൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഒരേ നക്ഷത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഒരേ ദിവസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മളിൽ വരുന്ന ആത്മാവ് വ്യത്യാസമാണ്. അല്ലെ, ഒരേ ആത്മാവ് 2 ആകുമെന്ന് തോന്നുന്നില്ല. ഒരേ ആത്മാവ്, കാര്യം എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിദ്ധാന്തം പറയുന്നത് കൊണ്ട് തന്നെ ഒരേ ആത്മാവ് 2 ആകുമെന്ന് തോന്നണില്ല. അപ്പോൾ ഓരോ ആത്മാവും വരുന്നത് ഓരോ ആവശ്യങ്ങൾക്കാണ്. ജനറലി കുറേ കാര്യങ്ങൾ ഇവരുടെ രൂപസാദൃശ്യം ഒരേ അച്ഛനമ്മമാരുടെ ഇതിൽ ഒരേ സമയത്ത് ഇതായതുകൊണ്ട് രൂപസാദൃശ്യമൊക്കെ 99% ശരിയായിരിക്കും. പക്ഷേ ഇവരിൽ വന്ന ആത്മാക്കൾ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ചിലർക്ക് 2 പേർക്കും 2 സ്വഭാവമായിരിക്കും. 2 സ്വഭാവമാണ്. കാര്യം ഇവരുടെ ആത്മാവ് വ്യത്യാസമാണ്. അല്ലാണ്ട് വേറെ എന്ത് പറയും? ഇവരുടെ ജീൻ നോക്കിയാൽ സെയിമാണ്, ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരിക്കും, അല്ലേ? ഇവരുടെ രൂപസാദൃശ്യം, വെയിറ്റ്, ഹൈറ്റ് എല്ലാം ഒന്നായിരിക്കും. പക്ഷേ
അതിലെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മാക്കൾ വ്യത്യാസമാണ്. നമ്മുടെ ഓഫീസിൽ തന്നെ 2 ഇരട്ടകളായിട്ടുള്ളവരുണ്ട്. രണ്ടുപേരുടെയും സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെന്റ് ആണ്. കാണുമ്പോ എനിക്ക് തന്നെ തെറ്റിപ്പോവും. അന്ന് കണ്ട ഒരാൾ ഭയങ്കര സൈലന്റ് ആണ്, എല്ലാ പ്രശ്നങ്ങളും സ്വയമേ പിടിച്ചു വെക്കുന്ന ഒരാള്. മറ്റേ ആളാണെങ്കിൽ ഈ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചടത്തുമില്ല, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും. അങ്ങനെയാണ് രണ്ടുപേരും 2 സ്വഭാവക്കാരാണ്. അത് കാര്യം എന്ന് വെച്ചാൽ ഇവർ 2 ആത്മാക്കളാണ്. ഈ ശരീരം ഇത് ഇടിയുമ്പോൾ ഒരേ അച്ഛനമ്മമാരുടെ ഇതായിട്ട് ഒരേ ഗർഭപാത്രത്തിൽ ഒരേ ഇതിൽ വന്നു എന്നുള്ളതല്ലാണ്. ഇവരുടെ ആത്മാക്കൾ വ്യത്യസ്ത അനുഭവങ്ങളുമായിട്ട് ഈ ജന്മം എടുത്തിരിക്കുകയാണ്. അതെന്തോ അവരുടെ ഏതോ ജന്മത്തിലെ ക്രയവിക്രയങ്ങൾ തീർക്കാനായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരിൽ ചിലപ്പോൾ 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇവർ ജന്മം എടുക്കുന്നത്. ചിലപ്പോൾ ലഗ്നവും അംശവും എല്ലാം ശരിയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇവരെ മുൻജന്മ കർമ്മങ്ങളാണ് ഇവരെ വീണ്ടും ജന്മകർമ്മങ്ങളാണ് ഈ ജന്മത്തിലെ കർമ്മങ്ങൾ മാറ്റം വരുത്തുന്നത്. അപൂർവം ചിലർക്ക് മാത്രം ഈ ഇരട്ടകളായിട്ട് ഇത് ചെയ്ത് ഇരട്ടകളായിട്ട് തന്നെ ജീവിത പങ്കാളികളെ കിട്ടുന്ന അപൂർവം ചിലരുണ്ട്. അതും ഏതോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവിചാരിതമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ എഴുതപ്പെട്ടതാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകും. നമ്മളറിയാണ്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ പോകും അല്ലേ. അനുകൂലമായതോ അനുകൂലമല്ലാത്തതുമായിട്ട് അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ തിരക്കഥ എങ്ങോ രചിച്ച് വെച്ചിരുന്നു എന്ന് നമുക്ക് തോന്നും. ഇതിൽ 2 നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ ആത്മാവെന്ന് പറയണതില്ല. ആത്മാവിൻ്റെ ഒരു ജീവാംശമാണ് നമ്മളിലുള്ളത്. ഇത് തിരിച്ച് ഏതാണോ ആത്മതലം ഉള്ളത് അവിടെ തന്നെ എത്തണം. നമ്മൾ വീട്ടിൽ നിന്ന് ജോലിക്ക് വരുന്ന പോലെ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന പോലെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട് എവിടെയാണോ അവിടെ എത്തണം. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് പോയാൽ പിന്നെ അവിടെ പോണ വഴി ചിലപ്പോൾ പല വഴിയിൽ കൂടി പോകും, പക്ഷേ അവിടെ ചെന്ന് എത്തണമെന്നുള്ളത്. അതുപോലെയാണ് ഈ ആത്മാവിന് വരുന്നത്. അപ്പോൾ അറിയാൻ വേണ്ടി മാത്രം വരുന്ന ഒറിജിനൽ ഒരു സാധനം മുകളിലാണുള്ളത്. ഈ ഒറിജിനൽ സാധനം എവിടെയുണ്ടെന്ന് ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോധപ്രാപ്തി എത്തിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ തിരക്കഥയുടെ ആവശ്യമില്ല. അവർ തന്നെ പിന്നെ തിരക്കഥ രചിക്കുക. ഇനി ഞാൻ എവിടെ വരണം എന്താണ്. ഇപ്പോൾ ആരോ രചിച്ച സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുള്ള തിരക്കഥയ്ക്ക് അനുസരിച്ച് നമ്മൾ അഭിനയിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നലെ തീരുമാനിച്ചതല്ല ഇന്ന് നമ്മൾ കാണുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചില്ല എന്ത് സംസാരിക്കുന്നു അല്ലേ. എന്തോ ചോദ്യങ്ങൾ രാഹുൽജി നോട്ട് ചെയ്ത് വെച്ചു. എനിക്കറിയുന്ന അനുഭവങ്ങൾ ഞാൻ പറയും. അപ്പോൾ മനസ്സിൽ വരുന്ന ഇൻഡ്യൂഷൻസ് പലതാണ്. അത് പക്ഷേ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലില്ല. അതിൻ്റെ ഒരു തലം മാത്രമാണ്. ശരീരത്തിലും ഇല്ല, നമ്മളെ സ്വാധീനിക്കുന്ന ഓറയിലോ എവിടെയോ ഉണ്ട്. കാര്യം ശരീരത്തിലുണ്ടെങ്കിൽ ഈ ശരീരത്തെ വയറ്റിനകത്ത് എന്തൊക്കെ ദഹിക്കാനുണ്ടെന്നൊക്കെ ഈ ആത്മാവ് കണ്ടുപിടിക്കണ്ടേ. ഇനി എത്ര ഭാഗം ഇതുണ്ട്, എത്ര ഭാഗം വെള്ളം നിൽക്കുന്നൊക്കെ കണ്ടുപിടിക്കേണ്ടേ. ഇല്ല, നമ്മുടെ ഈ ശരീരത്തിനുള്ള ഉള്ളിലുള്ള ഒരു കാര്യവും നമ്മുടെ മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അല്ലേ. ഒന്നും കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശക്കും. അത് വിശക്കണം മനസ്സിനാണ്. അതെ, ഈ വിശപ്പ് വരുന്നതും ഇപ്പോൾ വയറൊരിക്കലും പറയുന്നില്ല എനിക്ക് കുഴിമന്തി വേണം, അൽഫാം വേണം, അല്ലെങ്കിൽ ബിരിയാണി വേണം, അല്ലെങ്കിൽ വെജിറ്റേറിയൻ വേണം എന്നൊന്നും പറയുന്നില്ല. ഇത് പറയുന്ന മനസ്സാണ്. വയറിന് എന്ത് ചെയ്യുന്നാലും വിശക്കും, അല്ല എന്ത് ചെയ്യുന്നാലും നിറയും. അത് കുറച്ച് മണ്ണ് വാരിയിട്ട് വെള്ളം കുടിച്ചാലും വയറ് നിറയും. ഇത് എല്ലാം വരുന്ന മനസ്സിലാണ്. അപ്പോൾ ഈ മനസ്സിൽ വരുമ്പോൾ തന്നെ ഈ ശനി എന്ന് പറയുന്ന ഈ ഗ്രഹങ്ങളുടെ സ്വാധീനവും ഈ മനസ്സിനെ ബാധിക്കുന്നില്ലേ. ഈ മനസ്സിനെ ബാധിക്കുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുന്നു. ആ മനസ്സിനെ ബാധിക്കുമ്പോൾ ശരീരത്തെ ബാധിക്കുന്നതാണ്. ഈ ഗ്രഹങ്ങളെന്ന് പറയുന്നത് മനസ്സിനെ ബാധിക്കുന്നുണ്ട്, അത് ശരീരത്തിനെ ബാധിക്കുന്നു. അപ്പോൾ ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്താണ്? അപ്പോൾ പണ്ടത്തെ ആൾക്കാർ മന്ത്രം ചൊല്ലുക, നാമം ചൊല്ലുക, മനത്രാണേതി മന്ത്രക, മനസ്സിനെ ത്രാണനം ചെയ്യാം, പിടിച്ചു നിർത്താനാണ് മന്ത്രം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ മന്ത്രങ്ങൾക്ക് മന്ത്രാധീനം ജഗത് സർവം എന്ന് പറഞ്ഞ്, അപ്പോൾ മന്ത്രത്തിന് അതീതമാണ് എല്ലാം എന്ന് പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കൊടുക്കലാണ്. ഈ എന്തൊക്കെ നമ്മൾ സ്വാധീനത്തിൽ പെട്ടിരിക്കുന്നോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് പണ്ടത്തെ ഋഷീശ്വരന്മാർ ചെയ്ത ഒരു പരിപാടിയാണ്. അതിലൂടെ എത്രയോ പേര് രക്ഷപ്പെടുന്നു. അതെ, ഇപ്പോൾ ശനീശ്വരൻ ഇതൊക്കെ ഓക്കെ, ശനീശ്വരൻ ഇതാണ് ഈ ഇങ്ങനെ അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അതിനു മുകളിൽ ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ. തീർച്ചയായും ആ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെന്നും ആ ദൈവം എന്ന് പറയുന്ന ശക്തി നമുക്ക് പൂർണ്ണമായിട്ട് അനുകൂലമായിട്ട് പ്രവർത്തിക്കുമെന്നും ആ ദൈവം എന്ന് പറയുന്ന ശക്തി പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കേണ്ട രീതിയിൽ നമ്മൾ നല്ല നടപ്പിലൂടെ ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ പ്രശ്നങ്ങൾ തീരും. ഇപ്പോൾ ശനിയുടെ കാര്യത്തിലൊക്കെ ഞാൻ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ അന്നദാനം നടത്തും. അന്നദാനം നടത്താൻ കാശില്ല, ഓക്കെ, നിങ്ങളെന്നാൽ എവിടെയെങ്കിലും ഇപ്പോൾ ഊണൊക്കെ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ നടക്കുള്ളൂ, നിങ്ങൾ അവിടെ വിളമ്പാൻ പോകും, അതിനില്ല, സാമ്പത്തികമല്ലേ. നിങ്ങൾ മറ്റേ ഓൺലൈൻ ഇതില്ലേ, പ്ലാറ്റ്ഫോംസ് ഇല്ലേ,
നിങ്ങൾ അവിടെ അതിൻ്റെ ഇതെടുത്തിട്ട് ഇടയ്ക്ക് ഇത് ചെയ്യാൻ പോകും, അതൊരു കമ്മീഷനും കിട്ടും, നിങ്ങൾക്കൊരു വരുമാനമായി ഇത് ചെയ്യാറായി. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലെ സപ്ലയറായി പോകും. ഇപ്പോൾ ചില തിരക്കുള്ള ഹോട്ടലുകളിൽ ഉച്ചയ്ക്ക് ഊണിന് ഭയങ്കര ആൾക്കാരാകുമ്പോൾ അവർ ചിലപ്പോൾ പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ സപ്ലയറായിട്ട് നിർത്തും. 1-2 മണിക്കൂർ നിന്നാൽ ഒരു ഊണും കിട്ടും, 100-150 രൂപ കിട്ടും. അവർക്ക് ആ സമയത്ത് കൊടുക്കാനൊക്കെ ആൾ വേണം. അതിനൊക്കെ എത്രയോ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ശനീനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞ ആൾ അദ്ദേഹം വാസ്തുക്കാരെ കാണുന്നു വീട്ടിൽ, അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞ് വാസ്തു ആളെ കൊണ്ടുവന്ന് ഞാൻ നോക്കുന്നു. ഈ കാശില്ലാത്ത ആൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നേ? അതെ, എനിക്കൊന്ന് കാശില്ലാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ കാശ് മൊത്തം പോകുന്നത്. മൊത്തം പോകുന്നതാണ്. കാശില്ലാതെ ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ വേറൊന്ന് പറയട്ടെ, ഇപ്പം ഞാൻ പറയാറുണ്ട്, ദക്ഷിണ കാർമ്മികമാണ്. ഈ കാശില്ലാത്ത ആൾ ഇപ്പോൾ കൺസൾട്ടേഷന് നമ്മൾ ഫീസ് പറയുകയാണെന്ന് വെച്ചു, ഇവൻ കടവും വാങ്ങിച്ച് ഇതും ചെയ്തിട്ടാണ് ഇത് കൺസൾട്ടേഷൻ തരുന്നത്. ഈ വാങ്ങിക്കുന്ന ആൾക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നറിയാം ഇതിന്. കാര്യം ഇയാൾ അങ്ങേരോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം എങ്കിലും എങ്ങനെ പറഞ്ഞിട്ട് പ്രാഗിയായിരിക്കും ഇത് GPay ചെയ്യുന്നത്. ശരിയല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒന്ന് പുള്ളിയുടെ അടുത്ത് കാണുകയല്ലേ. ചിലപ്പോൾ പുള്ളി എന്തെങ്കിലും പിള്ളേരുടെ ഫീസിനുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൺസൾട്ടേഷൻ കിട്ടി രക്ഷപ്പെടും എന്നുള്ള ഇതിൽ തരുന്നതാണ്. ചിലപ്പോൾ ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രാഗലായിരിക്കും. അതിന് മുമ്പും പ്രാഗലാണെങ്കിൽ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രാഗല. ഇതൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മറുപടി ഞാനെന്ത് മറുപടി കൊടുക്കാനാണ് ചിലരുടെ കാര്യത്തിൽ. ഇപ്പോൾ പറയേണ്ട കാര്യം നമ്മൾ ആ വാക്കിൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ. ഒരാളുടെ കാര്യങ്ങളും ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡോക്ടർക്ക് ഒരാളുടെ രോഗം മാറ്റാൻ പറ്റുകയില്ല. ഇല്ല, അഡ്വൈസ് ചെയ്യാം, മരുന്ന് കൊടുക്കാം. ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കേണ്ട ആളുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ പറയുന്നത് ചിട്ടകളിലൂടെ പോകേണ്ടത് ആളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? എനിക്കിപ്പോൾ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ബൈപ്പാസൊക്കെ കഴിഞ്ഞു, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആ ഡോക്ടർ പറയുന്ന മരുന്നും കഴിച്ച് ആ പറയുന്ന ചിട്ടകളിലൂടെ ഞാൻ ജീവിക്കാണ്ട് എൻ്റെ തോന്നിയവാസം ഞാൻ കാണിച്ചിട്ട് ഞാൻ ഈ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതല്ലേ സംഭവം നടക്കണത്. എന്നിട്ട് പറയും എനിക്ക് ശനിയാണ്, ശനി ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ. നമ്മുടെ കയ്യിലിരിപ്പാണെന്ന് പറയുന്നില്ല. ഭൂരിഭാഗം കാര്യത്തിലും നമ്മുടെ മനസ്സും നമ്മുടെ കയ്യിലിരിപ്പുമാണ്. നമുക്കിങ്ങനെയാണ് എന്ന് പറയണം. നമ്മളിപ്പോൾ തോന്നിയ പോലെ നടക്കുകയാണെന്ന് വെച്ചോ, വഴിയിൽ കണ്ടെടുത്തൊക്കെ മുള്ളിയും അതുമൊക്കെ നടക്കുകയാണ്. ഒരു പോലീസ് ജീപ്പ് കണ്ടാൽ എന്ത് ചെയ്യും? നമ്മളൊരു മുണ്ട് മടക്കി കുത്തിയതൊക്കെ താഴെ ഇട്ട് നമ്മളെപ്പോലെ അത്രയും സൽസ്വഭാവം ഇല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ജീപ്പ് കണ്ട്, ചിലപ്പോൾ അത് വർക്ക്ഷോപ്പിലേക്ക് പോണ ജീപ്പായിരിക്കും. മനസ്സിലായി? അത് കാണുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഒരു അലേർട്ടായത് പോലീസ് ജീപ്പാണ് വരുന്ന, മുകളിൽ ചുമല ലൈറ്റ് ഉണ്ടോ കാണിക്കണ്ട എന്നുള്ള ഈ ഒരു ഭാവം നമ്മൾ വന്നാൽ പോരെ. നമ്മൾ നല്ല നടപ്പി ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനി വന്നിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ട എത്ര പേരുണ്ടെന്നറിയാമോ? നമ്മളിത് പറഞ്ഞിട്ട് വിത്തിൻ 24 hours റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ അതിന് പകരം എന്ത് ചെയ്യുമെന്നറിയാം? നമുക്കതൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല. അമ്പലത്തിൽ ചെന്ന് ചീട്ടാക്കിയിട്ട് നീരാഞ്ജനം കഴിക്കും, അത് ചെയ്യും. അതാ വാങ്ങിച്ചിട്ട് ആ നീരാഞ്ജനം കത്തിച്ച് അതും പിടിച്ചൊന്ന് കയ്യിൽ നിന്ന് കുറച്ച് നേരം പൊള്ളലൊക്കെ അനുഭവിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. മനസ്സിലായി? ഒരു അർച്ചനയ്ക്ക് ചീട്ടാക്കി അവിടെ മുമ്പിൽ നിൽക്കുക, 10 മിനിറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കും, തിരുമേനി അവിടെ ചെന്ന് ഇത് ചെയ്ത് അർച്ചന തരട്ടെ, അതിനുള്ള സമയമില്ല. ചീട്ടാക്കി അവിടെ നടക്കൂല്ലേ, ചീട്ട് അവിടെ വെച്ച് ദക്ഷിണം വെച്ചിട്ട് ഉടനെ ഓടുകയാണ്. സമയമില്ല മനുഷ്യന്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മനസ്സോടെ നമ്മൾ ആ മനസ്സ് അതിലേക്ക് അർപ്പിക്കുന്നില്ല. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. എന്നിട്ട് കുറ്റം പാവാ ശനീശ്വരനെ. അതാണ് എനിക്ക് പിടിക്കാത്തത്. ഇത്രയും നല്ല ഇത് ചെയ്യുന്ന ഗ്രഹം വേറെയില്ല, ഇത്രയും നമ്പാൻ പറ്റുന്ന ഗ്രഹം വേറെയില്ല. അതെ, ശനിയാണല്ലോ എല്ലാ ദേവതകളുടെയും ദേവത. എല്ലാ നവഗ്രഹങ്ങളുടെയും ദേവത ശനിയാണ്. ഇത്രയും എൻ്റെ അനുഭവത്തിൽ പറയാം, ഇത്രയും ഇതായിട്ട് ഇപ്പം ചിലരുടെ കാര്യത്തിൽ ശുക്രദശ വ്യാഴദശയിലേക്ക് തട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. മനസ്സിലായി? അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശനീശ്വരൻ്റെ കാര്യത്തിൽ നല്ല നടപ്പിലൂടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും, അതിന് ഒരു സംശയമില്ല. കുറേ അധികം അനുഭവങ്ങളുണ്ട്.